ഹലോ മൈ വ്യൂവേഴ്സ്, ഐ ആം യുവർ മാൻ ഉമർ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൺ പീസിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയ ചാപ്റ്ററായ 1177 ആണ് ഗൈസ്. ഒരു ഒപ്പീനിയൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഞാൻ ചാപ്റ്റർ വായിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നിയ കാര്യങ്ങൾ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. ആദ്യം തന്നെ ഇന്നത്തെ ചാപ്റ്റർ എനിക്ക് കാണാൻ എന്തോ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു, എന്താണ് എങ്ങനെയെന്ന്. കാരണം ഓൾറെഡി സ്പോയിലേഴ്സ് വന്നപ്പോൾ ഇമുവും നിഗഡോറും, അതായത് നമ്മുടെ ലോക്കിയും ലൂഫിയും ഇമുവും കൂടി ഫേസ് ചെയ്യുന്ന ഒരു സീൻ ഉണ്ടെന്ന് സ്പോയിലേഴ്സിന് ഉണ്ടായില്ല ഗൈസ്. ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. അപ്പോൾ എനിക്ക് എന്തോ ചാപ്റ്റർ വായിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഞാൻ അങ്ങനെ വായിച്ച് ഓവറോൾ നല്ലൊരു ചാപ്റ്റർ ആയിരുന്നു ഗൈസ്. എന്താ പറയുക, ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്റർ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം നമ്മൾ ഫൈനലി ഇമൂടെയും ലൂഫിയും ലോക്കിയും തമ്മിലുള്ള ഫൈറ്റ് നമുക്ക് കാണാമല്ലോ. പിന്നെ ഇതിലത്തെ ചാപ്റ്ററിൽ എനിക്കും ഒരു കാര്യം ഞാൻ ചിന്തിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സാഞ്ചി പറയണ്ടല്ലോ ഗൈസ്, അതായത് ഹോളി നൈറ്റ്സ്, അതായത് ഇവന്മാർ കില്ലിംഗ് ക്യാമ്പിനായിട്ട് സാഞ്ചി ഫൈറ്റ് ചെയ്തില്ല. അപ്പോൾ ഉമ്മാരാണ് ആ ഹോളി ലാൻഡിനെ പ്രൊട്ടക്റ്റ് ചെയ്യണതെന്ന് വെച്ചാൽ ഉമ്മാർ ഭയങ്കര വീക്കായിട്ടുള്ള ഇതുപോലെ സാഞ്ചി പറഞ്ഞല്ലേ ഗൈസ്. എനിക്കും അത് തോന്നിയായിരുന്നു. കാരണം നമ്മൾ ഹോളി നൈറ്റ്സ് അല്ലെങ്കിൽ ഇപ്പോൾ ടോപ്പിലേക്ക് എന്ത് വരാനുള്ള വില്ലൻസിൽ ഇതില്ലേ. അപ്പോൾ ഇവർ പക്ഷേ ഭയങ്കര സിമ്പിളായിട്ടാണ് ബീറ്റ് ആവണത്. അതായത് ഇപ്പോൾ നമ്മുടെ എൽഡേഴ്സിനായിട്ട് ലൂഫി മറ്റേ ഗഡാർക്കിൽ ഞാൻ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ടായി. കാരണം അവരെ കണ്ടപ്പോൾ എന്ന് വെച്ചാൽ അവരെന്ന് പറഞ്ഞാൽ എൽഡേഴ്സാണല്ലോ ഗൈസ്. അതായത് നമ്മുടെ ഏതാണ് വില്ലന്മാരിൽ ടോപ്പ് ഇമൂവ് അതിനെ തൊട്ടടിയിലുള്ളവന്മാരാണ് അവരെയൊക്കെ ലൂഫി ഓർത്ത് പഞ്ചിങ് ബാഗിനെ ഇടിക്കണ പോലെയാണ് ഇടിച്ചുകൊണ്ടിരിക്കണം. അതിൽ ആ സ്പൈഡർ ഉണ്ടല്ലേ, അതായത് നമ്മുടെ ഇമ്മ കൊന്നത്, അവൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അവനെയൊക്കെ ലൂഫി വെറുത്തെടുത്ത് ഇടിക്കുകയായിരുന്നു, അവനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ എൽഡേഴ്സിന് എല്ലാവർക്കും നല്ലോണം കിട്ടി. ഇവന്മാരിപ്പോൾ ഹോളി നൈറ്റ്സ് വന്ന് അവന്മാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞാനും വിചാരിച്ചായിരുന്നു ഭയങ്കര വീക്കാണ്. അതായത് ഫ്രാങ്ക് ഇപ്പോൾ പറയുന്നുണ്ട്, അതായത് ഇപ്പോൾ ഒരു യോങ്കോടെ ക്രൂവാളെ ടോപ്പിലെത്തി എന്നുള്ള രീതി ഫ്രാങ്ക് പറയേണ്ടി പോലും നമ്മുടെ ലൂഫിയുടെ ക്രൂവിൽ എല്ലാവരും സ്ട്രോങ് ആണെങ്കിൽ പോലും നമുക്കറിയാലോ ഗൈസ്, എൽഡേഴ്സാണല്ലോ ഗൈസ്. അപ്പോൾ അതിൻ്റെ എൽഡേഴ്സിൻ്റെ കാര്യം പറയുന്നത് എൽഡേഴ്സാണല്ലോ. പക്ഷെ അവന്മാർക്ക് ഇങ്ങനെ ഇടി കിട്ടിയ റീജനറേഷനിൽ അവന്മാരൊക്കെ പണ്ടേ ചാവേണ്ട സമയം കഴിഞ്ഞായിരുന്നു. അതിൽ അങ്ങനെയാണ് അവന്മാർക്ക് ഇടി കെട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവും ലൂഫിയുടെ ക്രൂ എത്രത്തോളം ഫൈറ്റ് ഇതാവുന്നു. പക്ഷെ എന്നാലും എന്തോ പിന്നെ ഹോളി നൈറ്റ്സ് ആണെങ്കിൽ പോലും അവന്മാരുടെ ഇപ്പോൾ ഈ കില്ലിംഗ് ഹാമിനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കണേന്ന് പറഞ്ഞാൽ അവന്മാരും ഒന്നും വലിയ രീതിയിൽ ചെയ്യണില്ല. അവന്മാർ മറ്റേ സാധനത്തിന് ഡ്രീം ക്രിയേറ്റ് ചെയ്തൊക്കെ ശരിയാണെങ്കിൽ പോലും എന്തോ ഇവിടെ ഈ വില്ലൻസിൽ എനിക്ക് എന്തോ സ്ട്രോങ് കുറവുള്ളവരെ എനിക്ക് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കും അത്. ഞാനിതിപ്പോൾ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ആഡ് ചെയ്താണ് ഗൈസ്. എന്തോ ഒരു ചിലപ്പോൾ ഇവന്മാർ അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ടായിരിക്കും. അതായത് ഹോളി നൈറ്റ്സിലെ ബാക്കി വന്നവന്മാരൊക്കെ സ്ട്രോങ് ആവുമായിരിക്കും. കാരണം എന്തോ ഇവിടെ എനിക്കൊരു ഇതുള്ളത് പോലെ. പിന്നെ സാഞ്ചാളവന്മാരെ ഏറ്റവും മുട്ടിയത്, അപ്പോൾ പിന്നെ ഓക്കെയാണ്. പക്ഷെ എന്നാലും എനിക്ക് മറ്റേതും കൂടി ഇത് കിടക്കണോണ്ടായിരിക്കും, അതായത് നമ്മുടെ എൽഡേഴ്സിനെ അങ്ങനെ ഇടി കിട്ടിക്കൊണ്ട് കിടക്കണോണ്ടായിരിക്കും എനിക്കൊരു ആ ഒരു ഇത് തോന്നിച്ചത്. പിന്നെ നമ്മുടെ ഇതിൽ പറയുകയാണെങ്കിൽ, പിന്നെ നമ്മുടെ ഈ ചാപ്റ്ററിൽ ചോപ്പറിൻ്റെ സീൻ അടിപൊളിയാകുന്നുണ്ട് ഗൈസ്. അതായത് ചോപ്പർ വന്നിട്ട് എന്താണ് നമ്മുടെ ഡോമി റിവേഴ്സിൽ പെട്ടവന്മാരെ ഒരുത്തനെ അടിച്ചപ്പോൾ തന്നെ റിവേഴ്സായത്. അതായത് ബാക്കിയുള്ളവർ നോക്കിയെങ്കിൽ, അതായത് ഡ്രോഗിയും ബ്രോഗിയും പിന്നെ നമ്മുടെ സോറോയാണെങ്കിലും സോറോയുടെ പുതിയ ടെക്നിക്ക് ഉണ്ടായിരുന്നു ഒരുത്തനെ ബീറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഡോമി റിവേഴ്സ് ഇതാവുണ്ടായില്ല. പക്ഷേ നമ്മുടെ ചോപ്പർ, അതായത് അവിടുത്തെ ഗ്രൂപ്പിനൊപ്പം ജോയിൻ ചെയ്തായിരുന്നു. ചോപ്പർ വന്നിട്ട് മറ്റേ പോയിൻ്റ് ഉണ്ടല്ലോ, അതായത് മറ്റേ വലുതാവണ അവൻ്റെ ആ മറ്റേ അവൻ്റെ ബോളിൽ സംഭവം കടിക്കുമ്പോൾ എന്തോ ട്രബിൾ ബോൾ അങ്ങനെ ഒരു സാധനം പേര് പറയുമല്ലോ. അപ്പോൾ അത് കടിച്ചിട്ട് ചോപ്പർ സൈസായി വലിയ സൈസായിട്ട് ചോപ്പർ ഒരുത്തനെ അടിക്കുമ്പോൾ അവൻ ഡോമി റിവേഴ്സും ചേഞ്ച് ആവുന്നുണ്ട്. അതെന്താണെന്ന് ആർക്കറിയാം. ഇനി ചോപ്പറിന് വേറെ വല്ല പ്രത്യേകത എന്തെങ്കിലും ഉണ്ടാകും അറിയാൻ പാടില്ല. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് നടക്കണതെന്ന്. എന്തായാലും ഓവറോൾ നല്ല ചാപ്റ്റർ ആയിരുന്നു ഗൈസ്. പിന്നെ മെയിനായിട്ട് ഫൈറ്റിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ആ ഡോമി റിവേഴ്സ് തന്നെ ഇതായിട്ടായിരുന്നു ഫൈറ്റ്. ഇനിയിപ്പോൾ അടുത്ത ചാപ്റ്ററിൽ ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. കാരണം ലൂഫിയും നിഗഡോറും, അതായത് നിക്കയും നിഗഡോറും ഇമ്മൂനെ ഫേസ് ചെയ്യാൻ നിൽക്കുകയല്ല. പിന്നെ നമ്മുടെ പിന്നൊരു ഇതുണ്ടായി ഗൈസ്, എനിക്കൊരു അടിപൊളിയായിട്ട് തോന്നിയത്, അതായത് നമ്മുടെ നാമി ലൂഫിനെ ചീത്ത പറയും. അതായത് ലൂഫിയും കൂടി വരുമ്പോൾ ലോക്കി ലൈറ്റിങ് ഇടുമ്പോൾ അവിടെ ഫയർ പോലെ വരും. അപ്പോൾ അതിൻ്റെ പേരിൽ അവരെ ചീത്ത പറയുമ്പോൾ ലോക്കിനോട് പറയും, എന്താണ് നീ കാരണം എനിക്ക് ചീത്തയായിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ മറ്റേ ലോക്കിയുടെ ഉള്ള ഹാമറിൽ സ്കുരലിൻ്റെ ഇതുണ്ടല്ലോ ഗൈസ്. ആ സ്കുരൽ ലൂഫീനെ സമാധാനിപ്പിക്കുന്ന സീനുണ്ട് നാമി ചീത്ത പറയുമ്പോൾ. അതൊരു അടിപൊളി മൊമെൻ്റായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. പിന്നെ നമ്മുടെ ലോക്കി അപ്പം തന്നെ ലൂഫി ചീത്ത പറയുമ്പോൾ അതിൻ്റെ ഇതിൽ
ലോക്കി ലൂഫിനായിട്ട് സ്ട്രൈക്ക് പോലെ കൊടുക്കണം എന്തോ കൊടുക്കും. അപ്പോൾ ലൂക്കിയുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ്നിങ് ആണല്ലോ. അപ്പോൾ ലൈറ്റ്നിങ് ഓൾറെഡി ലൂഫിക്ക് വർക്കാവില്ലല്ലോ. അപ്പോൾ അത് കാണുമ്പോൾ ലോക്കിന് എട്ടണ സീനുണ്ട്. ആ മൊമെൻറ്റ് അടിപൊളിയാണ് ഗൈസ് ഈ ചാപ്റ്ററിലാണ്. പിന്നെ മൊത്തത്തിൽ അടിപൊളിയായിരുന്നു ഗൈസ്. ഞാൻ അടുത്ത ചാപ്റ്റർ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ എനിക്ക് ഈ വീഡിയോ എങ്ങനെ അടിപൊളിയാണ്, പിന്നെ ഞാൻ ഈ ചെയ്യുന്നത് വീഡിയോ കണ്ടൻറ്റ് കറക്റ്റാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റാണോ താല്പര്യം എന്ന് എനിക്ക് അറിയാൻ പാടില്ല ഓഡിയൻസിന്. എനിക്ക് എന്തോ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നി ജസ്റ്റ് ഞാൻ സംസാരിച്ചു. നിങ്ങളെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ പറ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് എനിക്ക് വീഡിയോ അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ. താങ്ക് യു.